രസമുണ്ട്. കുറെ നല്ല വെറൈറ്റി ഫ്രെയിം ആയിട്ടാണ്. ആ composition instruments നല്ല ലൊക്കേഷൻ காற்று வீச வந்தது நானா இல்லை நீயா പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കമൽ സാറിന്റെ പഞ്ചതന്ത്രം മൂവിയിലെ നെക്സ്റ്റ് സീനാണ്. അപ്പൊ കഴിഞ്ഞ സീന് നല്ലൊരു ഫീൽ ഗുഡ് മോഡിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു ഇൻട്രോ ഗംഭീര രസം തന്നെ കാണിച്ചു. പ്രത്യേകിച്ച് കമൽ സാറിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കംപ്ലീറ്റ്ലി കാണിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ആള് പക്ക ഒരു കോഴി ക്യാരക്ടർ പോലെ. കോഴി ക്യാരക്ടർ. പിന്നെ സിമ്രൻ മാമിനെ കാണിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. കാരണം ആദ്യമായിട്ട് ഞാൻ പുള്ളിക്കാരത്തിന്റെ പടം കാണുന്നുണ്ടാ തോന്നുന്നു. രണ്ടാമതായിട്ട് മലയാളത്തിൽ മറ്റേ പടം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നല്ല രസമുണ്ട്. രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ നല്ല രസത്തിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു നരേഷൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സിമ്രൻ മാം ആയിരിക്കും. ഫ്യൂച്ചർ അല്ലെ, ആ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലോട്ട് വരുന്ന പോലെയാണ് സാധാരണ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം. മലയാളത്തിലെ പ്രത്യേകിച്ച് അതെ കറക്റ്റ് അതിന്റെ അകത്തുള്ള ആ ഒരു സംഭവം. ഞാനത് അതിന്റെ ഹിന്ദിയും കണ്ടിട്ടുണ്ട്, ഗരം മസാല. അതും ആ ഒരു ഏകദേശം നമ്മുടെ മലയാളത്തിന്റെ അത്ര തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സാധനം നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സോങ് ആണ് ശരിക്കും എന്നോട് കാതൽ ഇൻട്രോ എന്നാണ് സോങ്ങിന്റെ പേര്. നമ്മള് മനോവും ഹരിണിയാണ് പാട്ട് പാടിയിരുന്നത്. നമ്മള് ഇന്നലെ SPB സാറാണെന്ന് വിചാരിച്ചു. പക്ഷെ കേൾക്കുന്ന സമയത്ത് ചെറുതായിട്ട് കേട്ട സമയത്ത് എവിടേക്കോ ഈ സോങ്ങിന്റെ കേട്ട പോലെ ഉണ്ട്. എനിക്ക് അറിയില്ല എവിടെ കേട്ടതെന്ന്, പക്ഷെ ട്യൂൺ എവിടെയോ കേട്ട പോലെ ഉണ്ട്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വൈരമുത്താണ്. അതുപോലെ തന്നെ ദേവ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നേരെ സോങ് കിട്ടും. അത്ര ഞാൻ റെഡിയല്ലേ? ശരിക്കും ട്യൂൺ കേട്ടപ്പോ തന്നെ ചെയ്യാൻ തോന്നുന്നു. അതെ അതെ. ആര് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സോങ്സ് ഒക്കെ നല്ല അതിനകത്ത് സീൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു സോങ്ങില് തന്നെ. ഒരു സോങ് കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ആക്ഷനെ ഫുള്ളൊരു നല്ല വരാനാണല്ലോ. ടൈമിംഗ് ഒക്കെ ഉച്ചക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണിച്ചത്. ഈ സിനിമയില് ഫസ്റ്റത്തെ കുറെ സംഭവങ്ങൾ കാനഡയിലെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാണ് കമൽസ് ഉണ്ടായിരുന്നു. പുറത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത് കുറെ. என்னோட காதல் என்று பேச விட்டது நீயா இல்லை நானா உன்னோடு லவ் என்று சொன்னது என்னோட காதல் അതായത് ലിറിക്സോട് കൂടിയുള്ള സോങ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാർ. என் சட்டை பட்டரோடு கூந்தல் முடியை சிக்க வைத்து ஐயோ விடுடா என்றாய். என் கண்ணில் தூசு கண்டு ஊதும் சாக்கி ரொட்டி நின்று மனசை குப்பை செய்தாய். கண்ணில் ஊதும் வேளை பார்த்து வாயை தூக்கி இல்லை நான் சரி வளைக்க முயன்றது யாரு யாரு நீயா நானா வளைந்து கொடுத்தது யாரு யாரு நீயா நானா நான் வந்து நீயோடு ஒன்றானது
കുറെ നല്ല വെറൈറ്റി ഫ്രെയിം ആട്ടോ. ആ അവിടുന്ന് പോയതിനു ശേഷം വന്നല്ലേ. ആ കൊടുക്കാനാ പറഞ്ഞത്. நம் ஹோட்டல் மாடி அருகே நடந்து செல்வோம் என்ற பாடலிட்டு செல்வோம் என்றால் நீண்ட அகலம் நிறைய இருந்து என்னை இழுத்து நின்றாய். അതും ലിറിക്സിൽ ശ്രദ്ധിച്ചു പോന്നറിയാം. நீ வேறு நான் Composition? யார் சொன்னது? ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് വേറെ. നല്ല ലൊക്കേഷൻ. ஊரெங்கும் பரவி காற்று வீச வைத்தது நானா இல்லை நீயா? நீ வேறு நான் வேறு யார் சொன்னது? என்னோடு காதல் என்று பேச வைத்தது நீயா இல்லை நானா? നല്ല ഒഴുക്ക് സോങ്ങിനുണ്ടോ, ഭയങ്കര ഒഴുക്ക്. അടുത്ത സീനോട്ട് വരാൻ തോന്നുന്നു അല്ലെ. അതായത് സോങ് തുടങ്ങുന്നതും തീരുന്നൊക്കെ സീനിലോട്ടാണ്. അതായത് പെട്ടെന്ന് തന്നെ പാട്ട് തീരുന്ന അറിയുന്നില്ല, അടുത്ത സീന് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കണ്ടില്ല അവിടെ അത് ഏകദേശം തുടങ്ങും. ഭയങ്കര ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിനകത്ത് സോങ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയാണ് തോന്നാറുള്ളത് കേട്ടോ. ഫസ്റ്റ് സോങ് അങ്ങനെ തന്നെയായിരുന്നു, ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് സംഭവം അതും വരുന്നത്. ഭയങ്കര ലൈവ് ആണ്. ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ആ ക്യാരക്ടറിന്റെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചോണ്ട് ഇതിനകത്ത് ഇപ്പം ആ ഒരു റൊമാൻസ് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടാണ് അങ്ങനെ സോങ് ഏകദേശം പോകണം. സംസാരിക്കുന്ന പോലെ, സംസാരിക്കുന്നതിനെ നമ്മളൊരു എന്താ പറയുക ഒരു സോങ് പോലെ രൂപത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഏകദേശം അതുപോലെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും എന്താ പറയുക സോങ് വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അതിന്റെ ട്യൂണും സംഭവങ്ങളൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമുക്ക് തോന്നി നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. പിന്നെ ഇത് എവിടേക്കോ കേട്ടൊരു ഫീൽ എവിടെ കേട്ട് മറന്നൊരു സോങ് കേട്ട് മറന്നിട്ടുണ്ട്, പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ചിലപ്പോ എവിടെയെങ്കിലും ഭയങ്കര ഫ്രഷ് ഫീൽ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോ നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോഴോ എവിടെന്നെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോ അതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കേട്ടാവാനാണ് സാധ്യത. പക്ഷെ വിഷ്വലി കണ്ടിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ രണ്ടുപേരുടെ. എന്താ പറയാ ആ ഒരു കെമിസ്ട്രി ഒക്കെ ഇവർ കുറെ അധികം എന്താ പറയാ മിസ് മാച്ചസ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ട്. സ്ക്രീനിൽ വരുന്ന സമയത്ത് ഇടയ്ക്ക് നല്ലൊരു കെമിസ്ട്രി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാം. Bye.